നമസ്കാരം. ഇറാനെതിരെ ഇന്ന് ആക്രമണം പുനരാരംഭിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുന്നു. ഗൾഫ് രാജ്യത്തലവന്മാരുടെ തന്നെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഈ തീരുമാനമെന്ന് പറയുന്നു. ഗൾഫ് രാഷ്ട്രം ഇടപെട്ട് കഴിഞ്ഞാൽ ട്രംപിനൊന്നും തന്നെ മാറ്റി നിർത്താനാകില്ല, അല്ലെങ്കിൽ അവരുടെ അഭ്യർത്ഥനയൊന്നും ട്രംപിന് അങ്ങനെ മാറ്റിവെക്കാനാകില്ല. ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. ട്രംപ് ഇപ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്ന് പറയാം. ഗൾഫ് രാഷ്ട്ര തലവന്മാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് തീരുമാനമെടുക്കുകയും ഇറാനുമായി ധാരണയിലെത്തുന്നതിന് തൊട്ടടുത്താണ് സൗദി, ഖത്തർ, UAE എന്നീ രാജ്യങ്ങൾ അറിയിച്ചതിനാൽ തന്നെ ആക്രമണം പുനരാരംഭിക്കുന്നതിന് 2-3 ദിവസം കാത്തിരിക്കാൻ താൻ സമ്മതിച്ചതായി ട്രംപ് തന്നെ വിശദാംശങ്ങളോട് തന്നെ പറയുകയും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം പ്രഖ്യാപിത നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്ത് അമേരിക്കയ്ക്ക് കീഴടങ്ങുമെന്ന് കരുതേണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ചർച്ചകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തങ്ങളും സന്നദ്ധരാണ് എന്ന് ഞങ്ങൾ അറിയിക്കുന്നു. അതിനർത്ഥം അമേരിക്കയ്ക്ക് കീഴടങ്ങും എന്നതല്ല. അങ്ങനെ ഒരു വിചാരം നിങ്ങളുടെ മനസ്സിലേ വേണ്ട എന്നാണ് അബ്ബാസ് അരാഗ്ചി പറഞ്ഞ ഒരു കാര്യം. ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നും ചർച്ചയിലൂടെ തന്നെയാകണം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതെന്നും ഓരോരുത്തർക്കും അവരവരുടേതായ ആവശ്യങ്ങളൊക്കെ നേടാൻ സാധിക്കട്ടെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അമേരിക്കയുടെ കീഴിലായിരിക്കണമെന്നും അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്നും തോറ്റുമടങ്ങി എന്നൊക്കെ സമ്മതിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടുകളുണ്ട് എന്നും അതിനെക്കുറിച്ചുമാണ് പറയുന്നത്. എന്നാൽ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രി മുഹ്സിൻ നഖ്വി കഴിഞ്ഞ 3 ദിവസമായി തെഹ്റാനിൽ തുടരുകയാണ്. ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടെന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ മുഖേന ഇറാൻ സമർപ്പിച്ച 14 നിർദ്ദേശം നേരത്തെ ട്രംപ് തള്ളുകയായിരുന്നു. എന്നാൽ പല കാര്യങ്ങളിലും ഇളവ് പോലും നൽകാത്ത US നിലപാട് അംഗീകരിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് ഉന്നത സൈനിക കമാൻഡർ ഇസുദ്ദീൻ ഹദാദിൻ അഭിവാദ്യം അറിയിച്ച് ഇറാൻ സൈനിക തലവൻ ഇസ്മായിൽ ഖാംനിയെ ഇക്കാര്യവും അറിയിച്ചു. ഗസയുടെ ഹൃദയഭൂമിയിൽ പ്രതിരോധം ഇനിയും അവസാനിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. തെളിവാണ് ഇസുദ്ദീൻ ഹദാദിന്റെ രക്ഷസാക്ഷ്യമെന്ന് ഖമാനി പറഞ്ഞു. ഖമാനെ ഉദ്ധരിച്ച തസ്ലീം ന്യൂസ് ഏജൻസിയാണ് പ്രതികരിച്ച് റിപ്പോർട്ട് ചെയ്തത്. പോരാളിയായ അബു സുഹൈബ് അങ്ങയുടെ സാക്ഷിത്വത്തിന് അഭിവാദ്യങ്ങൾ. ഗസയുടെ ഹൃദയത്തിനകത്ത് പോരാട്ടത്തിന്റെ നീക്കങ്ങൾക്ക് കെട്ടുപോയിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഈ രക്ഷസാക്ഷിത്വം. രാജ്യത്തിനായി തന്നെ പൊലിഞ്ഞു വീണ ഫലസ്തീൻ രക്തസാക്ഷികളുടെ വീരചരിത്രങ്ങൾ കേട്ടറിഞ്ഞ ഖുദ്സിന്റെ വിമോചനത്തിനായി ഒരു പുതിയ തലമുറ ഉയർന്നു വരും. ഫലസ്തീൻ വിമോചന പോരാട്ട ചരിത്രത്തിൽ തന്നെ അവരുടെ പേരുകൾ കാണും, ഖാംനെയി പ്രസ്താവിച്ചു. ഇസുദ്ദീൻ ഹദാദ് കൊല്ലപ്പെട്ടെന്ന് 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഹമാസ് സ്ഥിരീകരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ആക്രമണത്തിൽ ഹദാദിനൊപ്പം ഭാര്യയും മകളും മറ്റ് ഫലസ്തീനുകളും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന വിവരവും ഹമാസ് നേതൃത്വം പുറത്തുവിട്ടിരുന്നു. പിന്നാലെ ശനിയാഴ്ച ഇസ്രായേൽ പ്രതിരോധ സേനയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയുമുണ്ടായി.